അഭി ഒന്ന് വിളിച്ചു പറഞ്ഞാലോ? വേണ്ട ജ്യോതി, അവൻ വന്നാ ഇവിടെ കൊലപാതകം നടക്കും. ആര് മരിച്ചാലും നഷ്ടം നമുക്കാ. വേണ്ട മോനെ, നീ ഈ ഫോട്ടോ കൊണ്ടുപോരുത്. അഭി അറിയുമ്പോ പ്ലീസ്. അശോക് ചേച്ചി, അശോക് രാജ് നിക്ക്. അശോക് രാജ് നിക്ക് നിക്ക്. അമ്മയെ കൂട്ടിക്കൊണ്ടുവരാന്ന് പറഞ്ഞു പോയിട്ട് അമ്മ എവിടെ? നിനക്ക് എന്താ വേണ്ടത്? എനിക്ക് അശോകിനെ പറ്റി അറിയണം. ആരാ നിങ്ങളും കളപ്പുരക്കിലും തമ്മിൽ എന്താ ബന്ധം? ഇതൊന്നും നിന്നോട് പറയേണ്ട കാര്യമില്ല എനിക്ക്. അശോക് രാജ്, അശോക് നിക്ക് നിക്ക്. എനിക്കറിയണം. എന്തിന്? ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്കിതൊന്നും ഇഷ്ടമല്ലെന്ന്. സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾ മാത്രം നോക്കി എപ്പോഴും ജീവിക്കാൻ പറ്റിയെന്ന് വരില്ല. എനിക്കറിയണം കളപ്പുരക്കിൽ വീടുമായി അശോകിന് എന്താ ബന്ധമെന്ന്. നിങ്ങളിപ്പോ ഓടിപ്പിടിച്ച് എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന്. അശോക്, അശോക് രാജ് നിക്ക് നിക്ക്. അശോക് രാജ്, അശോക്, അശോക് നിക്കല്ലേ പറഞ്ഞത്. ദാ അടുത്തെത്താറായി. ഇനി ഒരു 1/2 കിലോമീറ്റർ. ഹലോ ജയമ്മ, അവിടെ എത്തിയോ? ആ ശരി ശരി, ഞാനും എത്താറായി. ഒരു 2 മിനിറ്റ്. ആ മോള് വന്നോ? ഞാൻ കാത്തിരിക്കുമായിരുന്നു. 10:30 മുതൽ രാഹുകാലവാ. അതിനു മുമ്പേ ചടങ്ങ് കഴിക്കാമെന്ന് വെച്ചു. ഇതാ ഞാൻ പറഞ്ഞ അഭി സാർ. സാറാ ഇതിനെല്ലാം എന്നെ സഹായിച്ചത്. സാറിനെ ദൈവം കാക്കും. ആധാരോ? ഇനി ഐശ്വര്യായിട്ട് സാറ താക്കോലൊന്ന് കൊടുത്തേ. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഈ ജന്മം ഈ വീട് തിരിച്ചു കിട്ടുമെന്ന്. കഷ്ടകാലം വന്നപ്പം ഉറ്റവരും ഉടയവരും എല്ലാം കൈവിട്ടു. സാറാരാ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല.
ഈ മോള് പറഞ്ഞുള്ള അറിവേ ഉള്ളൂ. സാർ ഒന്നും പ്രതീക്ഷിക്കാതെ ഒരു ദൈവദൂതനെ പോലെ. അതെ, ഈ പറഞ്ഞ വാക്കാ ശരി. ദൈവദൂതൻ. ഭൂമിയിലെ ദൈവങ്ങൾ മനുഷ്യർ തന്നെയാ. ഉള്ളിലൊരു വെളിച്ചം ഉണ്ടായാൽ മതി, മറ്റുള്ളവരെ സഹായിക്കാൻ ഒരു മനസ്സുണ്ടായാൽ മതി. മരണം വരെ ഞാൻ സാറിന് മറക്കില്ല. എന്നാ പിന്നെ നേരം കളയണ്ട, ജയമ വാതില് തുറക്ക്. ഇല്ല, ഞാൻ തുറക്കില്ല. ഞാനല്ല ഇതിന് അർഹതപ്പെട്ടത്, സാറ് തന്നെയാ. ഏയ്, ഞാനോ? അതെ. ഏയ്, അതൊന്നും ശരിയാവത്തില്ല. ഒന്ന് പറ മോളെ. സർ പ്ലീസ്. കേറിക്കോളൂ. ഞങ്ങളുടെ പ്രാരാബ്ദങ്ങൾ പറഞ്ഞ് സാറിനെ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. ഹേ, അതൊന്നും സാരമില്ല. നമുക്ക് പോവാം നിത്യ. ആ പോവാം സർ. ഒരു നന്ദി വാക്ക് പറഞ്ഞ് ഈ സൽക്കർമ്മത്തിന്റെ മാറ്റി ഞാൻ കുറയ്ക്കുന്നില്ല. ഒരു ചായ പോലും കുടിക്കാതെ. ഹേ, അതൊക്കെ പിന്നീട് ഒരിക്കലാവാം. നിത്യ വരും. എന്നാ ശരി. ആ ശരി മോളെ. ഈശ്വര. ആരാ ഇത്? എൻ്റെ അമ്മ. സോറി. എന്തിനെ? വെറുതെ കുറ്റപ്പെടുത്തിയതിന്, ഈ മനസ്സിന്റെ നോവ് തിരിച്ചറിയാതെ ഭ്രാന്തൻ എന്ന് വിളിച്ചതിന്. അതുകൊണ്ടല്ലേ ഇപ്പൊ എനിക്ക് എൻ്റെ അമ്മയെ തിരിച്ചു കിട്ടിയത്. നീ പ്രൊവോക്കേറ്റ് ചെയ്തുകൊണ്ടല്ലേ എൻ്റെ അമ്മ എൻ്റെ ഒപ്പം ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ അംഗീകരിച്ചത്. ഒരു കാര്യം തന്നെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന അത് സത്യമാണെന്ന് തോന്നും. അപ്പോ കാണാത്തത് കാണും, കേൾക്കാത്തത് കേൾക്കും. എന്തിന്? അരികെ ഇല്ലാത്തവര് കൂടി ഉണ്ടെന്ന് ചിലപ്പോ തോന്നിപ്പോവും. കണ്ടില്ലേ അശോകിന്റെ തന്നെ അവസ്ഥ. ഞാനൊന്ന് ചോദിച്ചോട്ടെ അശോക്, ശരിക്കും ഈ അമ്മ ഇപ്പൊ എവിടെയുണ്ട്? എന്താ എന്നോട് പറഞ്ഞൂടെ ആ സത്യം? പറയില്ല. നിന്നോടൊന്നല്ല, ഒരാളോടും ഇതൊന്നും പറയാൻ എനിക്ക് താല്പര്യമില്ല. ആ, ഞാൻ അശോകിന്റെ നല്ലൊരു ഫ്രണ്ടല്ലേ? ആണോ? ആണെങ്കിൽ ആവശ്യമില്ലാത്ത ഒരു ചോദ്യവും നീ എന്നോട് ചോദിക്കില്ല. എൻ്റെ സ്വകാര്യതയിൽ കയറിക്കൂടി ഇങ്ങനെ ഇടപെടാൻ വരില്ല. എൻ്റെ മനസ്സമാധാനം തകർക്കാൻ എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കില്ല. അപ്പോ എന്റെ മനസ്സമാധാനം നിങ്ങൾ തകർത്തതോ? ഞാനോ? ഞാനെന്ത് ചെയ്തു? കളപ്പുരയ്ക്കൽ വീടുമായുള്ള ബന്ധം നിങ്ങൾ എന്തിനാ മറച്ചു വെക്കുന്നേ? അന്ന് നിശ്ചയ പന്തലിൽ, പോലീസ് സ്റ്റേഷനിൽ, കോടതിയിൽ നിങ്ങൾ എന്തൊക്കെ നാടകങ്ങളെ കെട്ടിയാടിയത്? ദേ ഇപ്പോ കളപ്പുരയ്ക്കലിൽ അതിക്രമിച്ച് കയറി ഈ ഫോട്ടോ എടുത്തോണ്ട് വന്നിരിക്കുന്നു. എന്നിട്ട് പറയുന്നു അമ്മയാണെന്ന്. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? അർത്ഥവും അനർത്ഥമൊന്നും നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. പിന്നെ നീ പറഞ്ഞതിൽ ഒറ്റ കാര്യം മാത്രം ഞാൻ സമ്മതിക്കാം. നീ എൻ്റെ
നല്ല ഫ്രണ്ടാണ്. ആ ഫ്രണ്ട്ഷിപ്പ് വെച്ച് ഞാനൊരു കാര്യം പറഞ്ഞ നീ അനുസരിക്കുമോ? എന്താ? ഹർഷനും സപ്തതിയുമായുള്ള വിവാഹം നടക്കാൻ പാടില്ല. എന്ത് വില കൊടുത്തും നീ അത് മുടക്കണം. എന്താ എന്താ നിങ്ങൾ പറഞ്ഞേ? പറഞ്ഞത് കേട്ടില്ലേ? എന്താ നിനക്ക് ചെവിക്ക് വല്ല തകരാറുണ്ടോ? എന്താ ആ കല്യാണത്തിന് എന്താ കുഴപ്പം? കുഴപ്പമേ ഉള്ളൂ. ഈ വിവാഹം നടന്ന നിന്റെ ചേച്ചിയുടെ ജീവിതം തകരും. ഹർഷേട്ടൻ അവൻ പാവാ, ഒരു പൊട്ടൻ. പിന്നെന്താ പ്രശ്നം? അത് തന്നെയാ പ്രശ്നം. അവനെ വിശ്വസിച്ച് ഒരു കാരണവശാലും നിന്റെ ചേച്ചിയെ കളപ്പുരക്കിലേക്ക് പറഞ്ഞയക്കരുത്. അതിന്റെ കാരണമാണ് എനിക്ക് അറിയേണ്ടത്. കാരണം കളപ്പുരക്കൽ വീട് തന്നെ. അവിടെ ഒന്നും ശരിയല്ല, ആരും ശരിയല്ല. നിന്റെ ചേച്ചിയുടെ നല്ല ഭാവിയെ കരുതിയാ ഞാൻ ഈ പറയുന്നത്. നിങ്ങൾക്ക് ഒരു രീതിയിൽ പറ്റിയ ബന്ധമല്ല അത്. സപ്തതിക്ക് ചേർന്നവനല്ല ഹർഷൻ. പ്ലീസ് ഒന്ന് തെളിച്ചു പറയൂ. എനിക്കാകെ പേടിയാവുന്നു. നിങ്ങളൊക്കെ ഒരുപാട് പേടിക്കാതിരിക്കാനാ ഞാൻ ഈ പറയുന്നത്. എത്രയും വേഗം ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറണം. എന്നാലും അതിന്റെ കാരണം പറയില്ല അല്ലേ? സപ്തതീച്ചയും ഹർഷേട്ടനും തമ്മിലുള്ള നിശ്ചയം കഴിഞ്ഞു. ഏറ്റവും അടുത്ത് അവരുടെ കല്യാണം ഉണ്ടാവും. അതുണ്ടാവാൻ പാടില്ല എന്നാ ഞാൻ പറഞ്ഞത്. അത് തടയാൻ ആരെ കൊണ്ടും പറ്റില്ല. അവര് തമ്മിൽ അത്രയ്ക്ക് ഇഷ്ടത്തിലാ. എന്നാ പിന്നെ നിന്റെ ചേച്ചിയുടെ ദുർവിധി അല്ല എന്ത് പറയാനാ? നോക്ക്, ഞാൻ പറയുന്നത് അനുസരിക്കുന്നതാ നിനക്കും നിന്റെ ചേച്ചിക്കും നല്ലത്. അനുസരിക്കാം. പക്ഷേ ഞാൻ എന്റെ വീട്ടില് എന്ത് കാരണം പറഞ്ഞ ഈ കല്യാണത്തെ എതിർക്കാം? ഏതോ എവിടെയോ വെച്ച് പരിചയപ്പെട്ട ഒരു അശോകൻ എന്തോ ഭ്രാന്ത് പറഞ്ഞെന്നോ? ഏതോ എവിടെയോ വെച്ച് പരിചയപ്പെട്ട ഒരു അശോകനല്ല, കളപ്പുരക്കിൽ അശോകൻ. എന്തോ ഭ്രാന്തല്ല പറഞ്ഞത്. ഈ വിവാഹം നടക്കാൻ പാടില്ല. അനുസരിച്ചാൽ നിന്റെ ചേച്ചിക്ക് ഒരു അത്യാപത്തിൽ നിന്നും രക്ഷപ്പെടാം. നിഷേധിച്ചാൽ നിങ്ങൾ അവളെ മറന്നേക്ക്. അമ്മേ, അമ്മ ഒരു ചായ ഇട്ട. വല്ലാത്ത തലവേദന. ഓടിയോണ നീയൊക്കെ വന്ന് ചോദിക്കുമ്പോ ഇട്ട് തരാൻ ഞാൻ ഇവിടെ ഹോട്ടലല്ല നടത്തുന്നത്. വേണമെങ്കിൽ ചെന്ന് ഇട്ട് കുടിക്ക്. ഈ അമ്മയ്ക്കത് എന്തു പറ്റി? എന്തേ അമ്മയ്ക്ക് മാത്രം ഒന്നും പറ്റിക്കൂടെ? ഏത് നേരവും നിന്നെയൊക്കെ സേവിച്ച് ചിരിച്ച മുഖത്തോട് മാത്രമേ നടക്കാവോ? ഇതെന്തു പറ്റി പാറുകുട്ടി? പതിവില്ലാത്ത ഓരോ പരിഭവങ്ങൾ. അച്ഛനോട് വഴക്കിട്ടോ? അതോ സപ്തതി ചേച്ചി ഉടക്കിയോ? എന്താ അമ്മേ? ഒന്നുമില്ല. നിക്കടി അവിടെ.
നീ എവിടെ പോയതാടി? ഞാൻ പിന്നെ എന്റെ ഫ്രണ്ട് സന്ധ്യയുടെ. അയ്യോ അമ്മേ, ഇറങ്ങണേ ഇങ്ങോട്ട്. സത്യം പറ, നീ എങ്ങോട്ടാ പോയത്? അമ്മ എന്താ പറ്റിയേ? നിങ്ങൾ ആരും ഇതിൽ ഇടപെടണ്ട. ഇത് ഞാനും ഇവളും തമ്മിൽ തീർത്തോളാം. അമ്മ അമ്മ കാര്യം എന്താണെന്ന് പറ. ഞാനല്ല, ഇവള് പറയും. പറയടി, നീ എങ്ങോട്ടാ പോയത്? ഞാൻ ആ സ്റ്റുഡിയോക്കാരനെ കാണാൻ അല്ലേ? അവന്റെ വീട്ടില്. പിന്നെ അവന്റെ കൂടെ തെരുവ് നീളെ അല്ലേടി? അമ്മേ, ഞാൻ മിണ്ടി പോകരുത്. ആരും പറഞ്ഞറിഞ്ഞതല്ല, ഞാൻ എന്റെ ഈ കണ്ണുകൊണ്ട് കണ്ടതാ. നിക്കുന്നേ അശോക് രാജ്, നിക്ക. അശോക് രാജ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. അശോക്, ഇനി പറ, നീയും അവനും തമ്മിൽ എന്താടി ബന്ധം? അത് അമ്മേ. അയ്യോ അമ്മേ, പറയടി, നീ എന്തിനാ അവനെ കാണാൻ പോയത്? എടി, പറയാൻ. വേണ്ടമ്മേ, ഒന്നും ചെയ്യല്ലേ. എന്താ നടന്നെന്ന് ഇവിടെ പറയും. എങ്കി പറ. എടി, കുടുംബം. ഇവളെ ഇന്ന് ഞാൻ നടക്കാൻ കൊണ്ട്. പറയാം. നമ്മളൊന്നും ചെയ്യല്ലേ. പിന്നങ്ങോട്ട്. എന്താ നീ ഒന്നും മിണ്ടാത്തെ? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അത് ഞങ്ങൾ തീരുമാനിച്ചോളാം. നീ ആദ്യം ഞാൻ ചോദിച്ചതിന് മറുപടി പറ. പറയടി അങ്ങോട്ട്. അടിക്കല്ലേ അമ്മ. ഒന്നും ചെയ്യില്ല അമ്മേ. ചെയ്യാതെ പിന്നെ ദാ, ഇവിടെ കൂടെ ഇനി എന്തെങ്കിലും പേരുദോഷം വരുത്തി വെച്ച് കഴിഞ്ഞാ ഇനി അതിന്റെ ഒരു കുറവും കൂടിയേ ഉള്ളൂ ഈ വീട്ടിനകത്ത്. മിണ്ടാതെ നിൽക്കുന്ന കണ്ടില്ല അവള്. എന്താടി നീയും അവനുമായിട്ടുള്ള ഇടപാട്? അമ്മ അമ്മ ഇങ്ങനെ ബഹളം കൂട്ടി നാട്ടുകാരെ അറിയിക്കല്ലേ. സമൃദ്ധ, നീ കയറി പോയേ. എന്റെ ദേവി, നീ പിന്നെയും ഞങ്ങളെ തന്നെ പരീക്ഷിക്കാണോ? ചേച്ചി, അമ്മയെ വിളിച്ചോണ്ട് അകത്തേക്ക് പോ. അപ്പോഴേക്കും ഞാൻ അവളോട് സമാധാനമായിട്ട് ചോദിച്ചറിഞ്ഞോളാം. ചെല്ലേ ചേച്ചി. നീയൊക്കെ കാരണം മനസമാധാനമില്ല. എടി, പറഞ്ഞ നീ അനുസരിക്കില്ലല്ലേടി? അമ്മ ആയതുകൊണ്ടാ നിന്നെ വെറുതെ വിട്ടത്. അല്ലെങ്കിൽ റോഡിലിട്ട് 4 തന്നേനെ. ഞാൻ പറഞ്ഞതല്ലേടി ഇനി അയാളെ കാണരുതെന്ന്. കണ്ടുപോയി. എന്തിന്? എനിക്കറിയില്ല. തറുതല്ല പറയുന്നോടി. ചേച്ചി പറയുന്ന പോലെ അയാൾ ഒരു ക്രിമിനൽ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. എടി, ഒച്ച വെക്കണ്ട. ഞാനും പുത്തൻ വീട്ടിലെ യതീന്ദ്രന്റെ മകള് തന്നെയാ. വഴിപിഴച്ച് പോകാതിരിക്കാൻ ചേച്ചി പോലെ ഞാനും പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. അപ്പോഴും നീ എന്തിനാ അയാളെ കണ്ടെന്ന് മാത്രം പറഞ്ഞില്ല? പറഞ്ഞല്ലോ ചേച്ചി, വെറുതെ. അയാളൊരു പാവമാണെന്ന് തോന്നിയതുകൊണ്ട് ഒന്ന് സഹായിക്കാൻ. നിന്റെ ആ സഹായം ഈ കുടുംബത്തിന്റെ ശാപമായി മാറാതിരിക്കാൻ ഈ ചേച്ചി പ്രാർത്ഥിക്കാം. നിന്നെ കരുതിയല്ല, പാവം നമ്മുടെ അച്ഛനെ അമ്മയും കരുതി. ഇനി ഒരു ദുരന്തം ആ മനസ്സുകൾ താങ്ങില്ല മോളെ. എന്താ എന്താ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. നീ പോയി ഫ്രഷ് ആയിട്ട് വാ, കാപ്പി എടുക്കാം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യം ഇവിടെ എന്താ പ്രശ്നം എന്ന് പറ. എന്ത് പ്രശ്നം? ഒന്നുമില്ലേട്ടാ. നീ ഉണ്ടായിരടാ.
അമ്മേ, ചെറിയമ്മേ, എന്താ നിങ്ങൾക്കൊക്കെ പറ്റിയത്? അത് മോനെ, കേൾക്കുമ്പോ നീ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. അമ്മ ആദ്യം പിടിപ്പിക്കാത്ത കാര്യം പറ. ഒന്നുമില്ല അബി. അശോകൻ ഇവിടെ വന്നിരുന്നു. അല്ല, കുഴപ്പമൊന്നുമില്ല. അവൻ വന്നിട്ടങ്ങ് പോയി, അത്രേ ഉള്ളൂ. എന്തിനാ അവനെ ഇവിടെ കയറാൻ നിങ്ങൾ അനുവദിച്ചത്? എന്നിട്ട് നീ നോക്കിയിരുന്നു അല്ലടാ? ഇല്ലേട്ടാ, ഞാനിവിടെ ഇല്ലായിരുന്നു. ഞാനിവിടെ വന്നപ്പോഴാ അറിഞ്ഞത്. അവനിവിടെ വന്നിട്ട് അമ്മയോട് എന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. ഇനി മരണം വരെ അവനെ കൺവെട്ടത് കണ്ടുപോരുതെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്ത് ധൈര്യത്തിൽ അവനിവിടെ കയറി വന്നത്? എന്തിനാ അമ്മ അവൻ വന്നത്? അല്ല, അത് മോനെ, അവനെ ഫോട്ടോ എടുത്തിട്ട് പോയി. ഫോട്ടോയോ? ഏത് ഫോട്ടോ? ദേവയാനിയുടെ ഫോട്ടോ.